എടവണ്ണയിലെ ഒരു പഴയ കഥ കേൾക്കൂ. എ ജമീല ടീച്ചർ ഈ സംഭവം പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. മറിയമ്മ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഉമ്മയും മോളും മാത്രമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കണം. അവർ പതിവായിട്ട് പള്ളിയിൽ വരുമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ സ്വപ്നാടനത്തിന്റെ ഒരു അനുഭവം ഉണ്ടായതാണ്. രാത്രിയിൽ ഈ സ്ത്രീക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി. രണ്ടാളും വന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. ഇങ്ങനെ ഒരു വരിന്ന് പറഞ്ഞു പള്ളിയിൽ പോകുമല്ലേ നമ്മളെ നിസ്കാരപ്പായ മക്കളിട്ട് രണ്ട് സ്ത്രീകൾ വന്നു പറഞ്ഞ് വിളിക്കുന്ന പോലെ തോന്നി. അപ്പൊ ഈ കുട്ടി നീറ്റിട്ട് പോയി. രാത്രി 2 മണി സമയത്താണ് ഇവിടെ വായിൽ പറഞ്ഞിട്ട് ഇവിടെ വരെ കൂടെ പോകുമ്പോൾ ഓള് നിസ്കാരപ്പായ എടുത്തിട്ട് ഓള് ഇറങ്ങി അവരിങ്ങനെ ഒറ്റയ്ക്ക് പോവുക. കുറച്ച് കഴിഞ്ഞപ്പോ ഈ കുട്ടിന്റെ ഉമ്മ ഉണർന്ന് വാതിലൊക്കെ തുറന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മൂത്രയ്ക്കാൻ പോയി എന്നല്ല സംസാരത്തില്ല. വിളിച്ചു നോക്കുമ്പോൾ അറിയുമാന്ന് വിളിച്ചു നോക്കുമ്പോ ഒരു വിളിയൊന്നും കേൾക്കുന്നില്ല. അതിലാരും കൂടി ഉമ്മ വെള്ളം വെച്ച് അയൽവാസികളൊക്കെ ഉണർന്ന് എല്ലാരും കൂടി ഉറക്ക വിളിച്ച് മറിയുമാന്ന് വിളിക്കുമ്പോ ഈ കുട്ടി ഇവിടെ ഈ നടുനോട്ടിൽ സീറ്റ് കളിക്കലെത്തിക്കണം. പൊതുവെ നടന്ന് ഒരാളുടെ കാഴ്ചപ്പാടിലൊക്കെ റോഡിൽ നിറയെ വിളിച്ചുണ്ട്. കുഴിയൊക്കെ തുറന്നിട്ടുണ്ട്. പച്ചാ പകലാണ്. ഈ പെട്ടെന്ന് അർദ്ധരാത്രിയിലല്ലേ വാഹനമൊന്നും ഇല്ലാത്തൊരു സമയത്തോട് കുട്ടിയോ ശബ്ദം പെട്ടെന്ന് കേട്ടി അവള് ഇരുട്ടത്ത് നടുവോട്ടിലിരിക്കുകയാണ്. ആ സംഭവം 25 കൊല്ലം പോയി എടവണ്ണി നടന്നിട്ട് അതിന് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. വേറെ കുറച്ച് ഇവിടെ അല്ല വേറെ ഏത് നാട്ടിലാണെങ്കിൽ ആ സ്ത്രീ ഇന്നിപ്പോ ഒരു ജിന്നി ബീവിയാണ്. ഈ അനുഭവം പഴയ എടവണ്ണയുടേതാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രബോധനം കൊണ്ട് തിളക്കമാർന്ന പുതിയ എടവണ്ണക്കും പുതിയ ചില സംഭവങ്ങൾ പറയാനുണ്ട്. മുണ്ടേങ്ങര എടവണ്ണക്കടുത്ത പ്രദേശം. കെട്ടിച്ചയച്ച പെൺകുട്ടി ഭർത്തൃ വീട്ടിൽ പോകുന്നില്ല. കാരണമെന്താണെന്നുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ മൗലവി വിഭാഗത്തിലെ ശക്തനായ വക്താവും യുവജന വിഭാഗം നേതാവുമായ ജമാൽ ചെറുവാടി പെൺകുട്ടിയുടെ പ്രശ്നം ജിന്ന് കയറിയതാണെന്ന് കണ്ടെത്തുന്നു. 17-കാരിയായ പെൺകുട്ടിയെ ജമാലിന്റെ ചെറുവാടിയിലുള്ള ജിന്ന് ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കുന്നു. തുടർന്ന് ജിന്നിറക്കലും അടിക്കലും തൊഴിക്കലുമായി നടന്ന സംഭവങ്ങൾ പെൺകുട്ടിയുടെ പിതൃ സഹോദരൻ കൂടിയായ എ അബ്ദുൽ അസീസ് മദനി വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ അവളെ മുണ്ടേങ്ങര നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ വിവാഹം കഴിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നൌഷാദ് അവളെ സംബന്ധിച്ച് പല പ്രചരണങ്ങളും നടത്തി. ഏറ്റവും പ്രധാനമായി അവൻ ആരോപിച്ചത് ഭർത്താവിനെ അവൾ അനുസരിക്കുന്നില്ല, അവൾക്ക് മാനസികമായ അസുഖമുണ്ട് എന്നതായിരുന്നു. അങ്ങനെ ആദ്യം ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞത് അവൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമല്ല, പക്വത എത്തിയിട്ടില്ല, അത് പ്രശ്നമാക്കണ്ട എന്നും പറഞ്ഞ് വിട്ടു. വീണ്ടും ഒരു ഡോക്ടറെ സമീപിച്ചു. ആ ഡോക്ടറും അതേ മറുപടി തന്നെയാണ് പറഞ്ഞത്. പിന്നീട് കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ജമാൽ ചെറുവാടിയുടെ വീട്ടിലേക്ക് ഇവളെ കൊണ്ടുപോയി. ആ സമയത്ത് അവളുടെ ഉമ്മയും അവളുടെ ഉപ്പയും കാറിൽ കയറി. അപ്പൊ ഈ ഭർത്താവ് അവരോട് കുറെ നിങ്ങൾ പോരേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവർ കാറിൽ കയറി പോയി. അങ്ങനെ ജമാൽ ചെറുവാടിയുടെ ആ വീടിൽ എത്തി. അവരെത്തിയ ഉടനെ ഉമ്മയെ കിച്ചണിലേക്ക് പറഞ്ഞയച്ചു. അവളുടെ ഉപ്പയെ പുറത്ത് നിർത്തുകയും ചെയ്തു. എന്നിട്ട് ഈ ജമാൽ ചെറുവാടിയും അതുപോലെ ഇവളുടെ ഭർത്താവും ഇവളും മാത്രം ആ റൂമിൽ കതവ് കൊട്ടി അടച്ചു. എന്നിട്ട് കുറെ അടിച്ചു. ഇവിടെ 2 സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ 2 സംഭവങ്ങളുടെയും മുന്നിൽ എടവണ്ണ ജമീല ടീച്ചർ തന്നെ എന്തു പറയണമെന്ന് സൂചിപ്പിക്കുകയാണ്. ചെറുവാടി ചെന്ന് ഈ വീട്ടിൽ നമുക്ക് പരിചയമുള്ള ഒരാളെ വീട് തന്നെയാണ്. ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവര് ബെഡ്റൂമില് ഒരു ഭർത്താവും ഈ കുട്ടിനെയും ഇയാളും ഈ ചെയ്യുന്നാവെന്ന് പറഞ്ഞ ഒരാള് പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞത് ശരിയല്ല. അയാൾ വീട്ടിൽ കൊണ്ട് ഇയാളെ വായിലടിച്ചിട്ട് ഈ കുട്ടീനോട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഭർത്താവ് പൊക്കി പിടിച്ചിട്ട് കൈ ഇങ്ങനെ വിരലിങ്ങനെ എടുക്കാൻ പറഞ്ഞു.
ഞാൻ ഈ കുട്ടികളൊക്കെ നേരിട്ട് ചോദിച്ചറിഞ്ഞതാണ് ഈ വിഷയമൊക്കെ. സംഗതി കേട്ടപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരാള് പറഞ്ഞ് വിശ്വസിക്കാൻ ചികിത്സിക്കുന്ന ആളാണ് ചോദിച്ചത്. ഭർത്താവ് കൈ ഇങ്ങനെ വെച്ച് വിരലെടുക്കാൻ പറഞ്ഞതാണ്. ചികിത്സിക്കുന്ന ആള് ഈ കുട്ടിന്റെ കാലിന്റെ തുടക്കും കയ്യിനും തുടക്കും കയ്യും. സാധാരണ സുന്നി മൂലയാക്കന്മാര് ചൂരലോണ്ട് അടുക്കുള്ളൂ, ഒരു അന്യസ്ത്രീയെ സ്പർശിക്കൂല. ഇത് ശരിക്കും സ്പർശിച്ചുകൊണ്ടാണ് അടിച്ചത്. അടിച്ച് ഈ കുട്ടീന്റെ ഭയങ്കരമായ കരച്ചിൽ കേട്ടപ്പോ ഈ കുട്ടിന്റെ ഒപ്പം ഒരു പച്ച പാവം മനുഷ്യനാണ്. കാലിന് ആദ്യ സ്വാധീനമില്ലാത്ത ആള്, പിന്നെ അപസ്മാര രോഗിക്ക് പിന്നെ പറയാനൊന്നുള്ളൊരു തന്റെ ഇല്ല. ഇയാളവിടെ സിറ്റൗട്ടില് തലവിഞ്ഞ് വീണ് തന്നെ, ഭാര്യ അടുക്കളയിൽ വീണ്. ഏതായാലും കുറച്ച് തകരാറും വേണ്ടി ഇപ്പൊ എന്റെ അടുത്തുണ്ട്. ഒരു കരച്ചിൽ കേൾക്കുമ്പോ അവർക്ക് വാതിൽ ചവിട്ടി തുറപ്പിച്ചാൽ മതിയായിരുന്നു. അവരൊന്ന് കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കുമ്പോ ഈ കുട്ടിയുടെ ശരീരം ആകെ പാടങ്ങനെ പാടുകള്. കുട്ടിക്ക് ശരിക്കും എഴുന്നേക്കാൻ തന്നെ കഴിയണില്ല, വാഹനത്തിക്കൊന്നും കയറാനോ. പിന്നെ കുട്ടിയെ കുറിച്ച് വാഹനത്തിലൊക്കെ കയറ്റി അവർ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പം പറയണത് ഈ ചികിത്സ ചെയ്ത ആളിനോട് അത് വിളിച്ചു ചോദിച്ചപ്പോൾ പറയണത് അവരതിന്റെ വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ചാൽ കൂടി നടന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ വാപ്പന്റെയും ഉമ്മന്റെയും അതൊരു തകരാറന്നെ. ഇത്തരം സംഭവിച്ചിട്ട് വീണ്ടും ആ വീട്ടിൽ അവർ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഇതല്ലല്ലോ. അത് കുറച്ച് തകരാറ് അവരെടുത്തുണ്ട്. അന്ധവിശ്വാസം അവർക്കും ഉണ്ടാവണം. ഈ ഇങ്ങനെ ഉണ്ടോന്നുള്ള എങ്ങനെയും മാറട്ടെ എന്നുള്ള ചിന്താഗതി ചിലപ്പോൾ അവർക്കുണ്ടായിട്ടുണ്ടാണോ ഒന്നാമതാകുമല്ലോ. ഏതായാലും ഒരു വാഹനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം അയൽവാസികളൊക്കെ വിളിച്ച് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ പോലീസിൽ കേസ് കൊടുക്കണം. പക്ഷെ അപ്പോഴേക്ക് ഇവന്റെ ഭർത്താവിന്റെ ഉമ്മയും പിന്നെ ഈ ചെയ്ത ആള് ചെറുവാടിയിലുള്ള ഇയാളും ഈ ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവും കൂടി വന്നിട്ട് ഇവരെ കാല് പിടിച്ച് മാപ്പി വെച്ചതാണ്. ഇനി മേലിൽ സംഭവിക്കൂല, നമ്മളിനി വിഷയാക്കല്ലേ കാരണം മാപ്പി വെച്ച്. അപ്പൊ ഒരു പിന്നെ കേസൊന്നും കൊടുത്തില്ല. ഒരു പെൺകുട്ടിന്റെ കാര്യമല്ല, ഇങ്ങനെയൊക്കെ വഷളത്തരല്ലേ എന്ന് അവര് ചെയ്യും.